ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ആർ എസ് പി എന്ന് പറയുന്നത്. എന്നാൽ ആർ എസ് പിക്കകത്തെ ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടുങ്കൈ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് പി കൊല്ലം സീറ്റ് തന്നെ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് പ്രശ്നം. ആ കൊല്ലം സീറ്റ് തന്നെ ആർ എസ് പിക്ക് വേണം എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ചെറിയ ഘടകകക്ഷികളെ സംബന്ധിച്ചിട്ട് അവർക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ സമ്മർദ്ദം ശക്തമാക്കണം കോൺഗ്രസിന് മുകളിൽ. ഏതൊക്കെയായാലും മക്കൾ രാഷ്ട്രീയത്തെ വളരെയധികം എതിർത്തിരുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആർ എസ് പി ഒക്കെ വീണ്ടും മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരം. കൊല്ലത്ത് ആർ എസ് പി സീറ്റിന് വേണ്ടി വാശി പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ സാധ്യതയുണ്ടോ? കൊല്ലത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ കൊല്ലം ജില്ലയിൽ ആർ എസ് പി കുറച്ച് പ്രവർത്തകരൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ആർ എസ് പി എന്ന് പറയുന്നത്. എന്നാൽ ആർ എസ് പിക്കകത്തെ ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷിബു ബേബി ജോണിൻ്റെ മകനായിരുന്നു. ബേബി ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്ഢിത്തമുള്ള അല്ലെങ്കിൽ വളരെ സമരചരിത്രങ്ങളുള്ള ഒരു ആർ എസ് പി നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ബെൻസിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്താൻ പോയിട്ടുള്ള ഒരു നേതാവാണ് ഈ ബേബി ജോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബേബി ജോണിന്റെ മകനായ ഷിബു ബേബി ജോൺ അനവധി പ്രാവശ്യം മന്ത്രിയും MLA ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ നിയമസഭയ്ക്കകത്തും അംഗമായിട്ടുള്ള ഒരു ആളാണ് ബേബി ജോൺ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബേബി ജോണിന്റെ മകനായിട്ടാണ് ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൂടാതെ TK ദിവാകരന്റെ തിരുക്കൊച്ചി നിയമസഭയിൽ R ശങ്കറിനെയൊക്കെ പരാജയപ്പെടുത്തുന്ന TK ദിവാകരന്റെ മകനാണ് ബാബു ദിവാകരനും ആർ എസ് പിയുടെ ഭാഗമായിട്ട് തന്നെ MLA മന്ത്രിയൊക്കെയായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിവൊന്നുമില്ല. അദ്ദേഹം ആർ എസ് പിയിലാണോ അതോ മറ്റേതെങ്കിലും സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി വേറെ എന്തെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകളൊന്നും നമുക്ക് കേൾക്കാനായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും NK പ്രേമചന്ദ്രന്റെ മകനായിട്ടുള്ള കാർത്തിക് പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ ആർ എസ് പി നേതാക്കന്മാരുടെയും ഒക്കെ അഭ്യർത്ഥനയെ മാനിച്ച് കൊണ്ട് കാർത്തിക് പ്രേമചന്ദ്രൻ മത്സരിക്കാനായിട്ടുള്ള സന്മനസ് അറിയിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മകനെ രാഷ്ട്രീയത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് അങ്ങോട്ട് ഇറക്കിയാൽ പോരെ. അതിന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരാളെ നിർബന്ധിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരേണ്ട എന്താ ആവശ്യമിരിക്കുന്നു? അയാൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? അത് കൂടാതെ തന്നെ ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ NK പ്രേമചന്ദ്രന്റെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും നിയന്ത്രിച്ചിരുന്നത് ഈ കാർത്തിക് പ്രേമചന്ദ്രനാണ്. അതുകൊണ്ട് കാർത്തിക് പ്രേമചന്ദ്രന്റെ ഒരു ചാണക്യ തന്ത്രങ്ങൾ അതാണ് കൊല്ലത്ത് ഇത്രയേറെ ഭൂരിപക്ഷം നൽകാൻ വേണ്ടിയിട്ട് പ്രേമചന്ദ്രനെ സഹായിച്ചത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ചാണക്യതന്ത്രം കേരള രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് വേറൊരു കാര്യമുണ്ട്. ആർ എസ് പിയുടെ കുറേ ആളുകൾ ആർ എസ് പി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ വേറെ സമരങ്ങളിലോ പരിപാടികളിലോ ഒന്നും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തകർക്കും എതിരുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. പക്ഷേ ഇത് കുറച്ച് കടുങ്കൈ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് പി കൊല്ലം സീറ്റ് തന്നെ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് പ്രശ്നം. അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സൂരജ് രവിയുണ്ട്, അഡ്വക്കേറ്റ് വിഷ്ണു സുനിലുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തകർ, അവിടെ തന്നെയുള്ള ഒരുപാട് ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് പേര് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സീറ്റാണ് ഈ കൊല്ലം സീറ്റ് എന്ന് പറയുന്നത്. ആ കൊല്ലം സീറ്റ് തന്നെ ആർ എസ് പിക്ക് വേണം എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇരവിപുരം ഇപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഇരവിപുരത്തൊന്നും ആർ എസ് പി വലിയൊരു സംഭവമൊന്നും അല്ല. അതോടൊപ്പം തന്നെ കുന്നത്തൂരും ആർ എസ് പി മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ കോവൂർ കുഞ്ഞുമോനാണ്. അവിടെ ഉല്ലാസ് കോവൂർ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത് ആർ എസ് പിക്കകത്ത്. ഏതൊക്കെയായാലും കുന്നത്തൂര് ഉല്ലാസ് കോവൂരും അതോടൊപ്പം തന്നെ ചവറയിൽ ഷിബു ബേബി ജോണും മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്രയും സീറ്റുകളൊക്കെ ഇപ്രാവശ്യം ആർ എസ് പിക്ക് കിട്ടണം എന്ന രീതിയിലുള്ള ഒരു മത്സരപിടുത്തത്തിന് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരുടെ നിലപാട്. ഈ കൊല്ലം നൽകണമെന്ന് ആർ എസ് പി ആവശ്യപ്പെട്ടു. പക്ഷേ ആർ എസ് പിയോട് അത് നൽകാൻ സാധിക്കില്ല എന്ന് UDF അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം കിട്ടിയ തീരു എന്നൊക്കെയുള്ളൊരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മേൽ ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ട്. അതായത് UDF-നകത്ത് ഒരു കൂറുമുന്നണി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഘടകകക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ PJ ജോസഫിന്റെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റുകളിൽ നിന്ന് 6 സീറ്റുകളിലേക്ക് ചുരുക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ ഏകദേശം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
UDF നേതൃത്വം പറയുന്നത് ഞങ്ങൾ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രാഥമികമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 10 സീറ്റ് തരാൻ വേണ്ടി സാധിക്കത്തില്ല, അത് 6 സീറ്റ് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന്. മുസ്ലിം ലീഗിന് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികൾക്കും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്ന സീറ്റുകളിൽ നിന്ന് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള സമര പരിപാടികളൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF സംവിധാനത്തിൽ ഘടകകക്ഷികളൊക്കെ സമരത്തിനിറങ്ങുമായിരുന്നു. പണ്ട് ഇപ്പം മുസ്ലിം ലീഗ് സമരത്തിനിറങ്ങുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ എനിക്കൊന്ന് യൂത്ത് ലീഗൊക്കെ കുറേ അധികം സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം UDF ഉണ്ടായിരിക്കുന്ന സമയത്ത് യൂത്ത് ഫ്രണ്ട് ഒരുപാട് സമര പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ UDF-നകത്ത് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് UDF-നകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ് സമരരംഗത്തുള്ളത്, മറ്റു ഒരു ഘടകകക്ഷിയുടെ സമരരംഗത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു കാര്യം ചിന്തിക്കത്തില്ല. കാരണം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ സമരം ചെയ്ത് ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വെറുതെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ടുകൾ കൊടുത്ത് മറ്റൊരു ഇർക്കിളി പാർട്ടിയുടെ ആളുകളെ MLA ആക്കേണ്ട ആവശ്യമുണ്ടോ, മന്ത്രിയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അങ്ങനെയുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ RSPയുടെ സീറ്റുകൾ ചുരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതോടൊപ്പം തന്നെ PA ജോസഫിന്റെ പാർട്ടിയുടെ സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ചെറിയ ഘടകകക്ഷികളെ സംബന്ധിച്ചിട്ട് അവർക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ സമ്മർദ്ദം ശക്തമാക്കണം കോൺഗ്രസിന് മുകളിൽ. ഇപ്പോൾ മധുസൂദനൻ മിസ്ത്രിയും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളെ ഒരു രീതിയിലും പിണക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്താണ്, അവർ ചിന്തിക്കുക ഒരു സമ്മർദ്ദം ശക്തിയായിട്ട് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് UDF-നകത്ത് ഇവർ നിന്നുകൊണ്ട് ഒരു സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ചെലുത്തി കഴിഞ്ഞാൽ ഇവർക്ക് നിലവിലുള്ള സീറ്റുകളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് സുനിൽ കനകോലുവിൻ്റെ ഒരു അഡ്വൈസ് ഒക്കെ വെച്ചിട്ട് ഈ ചെറിയ ചെറിയ പാർട്ടികൾ വേണമെങ്കിൽ നിന്നാൽ മതി, അതല്ലെങ്കിൽ പാർട്ടിക്ക് UDF സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പൊയ്ക്കൊള്ളട്ടെ, അത് പുറത്തേക്ക് പോകുന്നതിനും കുഴപ്പമില്ല എന്ന രീതിയിലുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും മക്കൾ രാഷ്ട്രീയത്തെയൊക്കെ വളരെയധികം എതിർത്തിരുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള RSP ഒക്കെ വീണ്ടും മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നാളിതുവരെ RSPക്ക് വേണ്ടിയിട്ട് ശക്തിയുക്തം ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാർട്ടിക്ക് അകത്ത് പ്രവർത്തിച്ചത് എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറും സ്വാഭാവികത മാത്രമല്ലേ? എനിക്ക് തോന്നുന്നത് 1-2 പയ്യന്മാരൊക്കെ ആ സെക്രട്ടേറിയറ്റിന്റെ അകത്തൊക്കെ ഈ RYF-ന്റെ പിള്ളേരൊക്കെ ചാടിക്കേറിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വെറും മണ്ടന്മാരാവുകയും എന്നാൽ വിദേശ രാജ്യത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള മക്കളെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലിറക്കി അവരെ MLA-യും മന്ത്രിയും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങൾ അത് എത്രത്തോളം ഒരു രാഷ്ട്രീയത്തിന് യോജിച്ചതാണ് എന്നുകൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം കെ കരുണാകരൻ്റെ മകനായിട്ടുള്ള ശ്രീ K മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ആദ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു, അതിനുശേഷം പിന്നീട് ഇപ്പോൾ BJP രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രീ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി വന്നിട്ടുണ്ട്, PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഓടി വന്ന് മത്സരിക്കുകയായിരുന്നു. അവരൊക്കെ യൂത്ത് ഫ്രണ്ടിന്റെ ഒക്കെ ചുമതലകളൊക്കെ വഹിച്ച് ഇപ്പം K മുരളീധരനൊക്കെ വെച്ചാൽ ആദ്യം സേവാദളിന്റെ ജില്ലാ ചെയർമാൻ ആയിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം പിന്നീട് അദ്ദേഹം സംസ്ഥാന ചെയർമാൻ ആകുന്നു. അങ്ങനെ പടിപടിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ച് കയറി വന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്പന്റെ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ പറഞ്ഞ കാർത്തിക് പ്രേമേന്ദ്രനെയൊക്കെ കൊല്ലത്തോ ഇരവിപുരത്തോ ഒക്കെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് RSP നടത്തുന്ന നീക്കങ്ങൾ മൊത്തത്തിൽ കേരളത്തിലെ UDF സംവിധാനത്തിനുള്ള തിരിച്ചടിയാവും. അതുകൊണ്ട് കൊല്ലം സീറ്റ് നഷ്ടപ്പെട്ട് പോകുന്ന ആദ്യ UDF-ന്റെ സീറ്റാക്കി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുന്നതായിരിക്കും UDF-ന് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.